അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി ഫഖതലഹു ഫഅസ്ബഹ മിനൽ ഖാസിരീൻ. فبعث الله غرابا يبحث في الأرض ليريه كيف يواري سوءة أخيه قال يا ويلتى أعجزت أن أكون مثل هذا الغراب فأواري سوءة أخي فأصبح من النادمين. സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രണ്ട് മക്കൾ തമ്മിലുള്ള സംഘർഷം, ആ സംഘർഷത്തിൻ്റെ അവസാന സ്റ്റേജിലാണ് ഇന്ന് നമ്മളുള്ളത്. കാബീലിനെ ഉപദേശിക്കുന്നു. പക്ഷേ കാബീലിന് യാതൊരുവിധ മാറ്റവുമില്ല. അവസാനം കാബീൽ ഹാബീലിനെ വധിക്കുകയാണ്. അതേക്കുറിച്ചാണ് ഇവിടെ ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹ് എന്നുള്ള പ്രയോഗം വിശുദ്ധ ഖുർആന് നടത്തിയിട്ടുള്ളത്. തവ്വഅ എന്നുള്ളതാണ് പദം. ത്വാഅ എന്ന് പറഞ്ഞാൽ വിധേയപ്പെടുക എന്നാണ് അർത്ഥം. ത്വാഅ എന്ന് പറഞ്ഞാൽ ഇൻഖാദ എന്നൊക്കെ പറയും, വിധേയപ്പെടുക. ഈ കരിഹ എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കരിഹ എന്നുള്ളതിന് വെറുക്കുക എന്നർത്ഥമുണ്ട്. അതുപോലെ തന്നെ വിധേയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്? ത്വാഅ എന്നുള്ള പദം. അപ്പൊ ഈ ത്വാഅ എന്നുള്ള പദത്തിനും കരിഹ എന്നുള്ള പദത്തിനും അതിലേക്ക് മറ്റൊരു അക്ഷരം ചേർത്താൽ കരിഹ അക്രാഹ എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിക്കുക എന്നാണ് അർത്ഥം. ലാ ഇക്രാഹ ഫിദ്ദീൻ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ലാ ഇക്രാഹ ഫിദ്ദീൻ, ബലം പ്രയോഗം ഇസ്ലാമിൽ ഇല്ല, ബലപ്രയോഗമില്ല. അപ്പോ കരിഹ എന്നുള്ളത് അക്രഹ ആക്കിയാൽ ബലം പ്രയോഗിക്കുക എന്നുള്ളതാണ്. ത്വാഅ അഥവാ കീഴ്പ്പെടുക എന്നുള്ളത് തവ്വ ആക്കിയാൽ കീഴ്പ്പെടുത്തുക, അവിടെയും എന്താണ്? ബലം പ്രയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോ കീഴ്പ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ത്വാഅ യതൂഉ തൗഅൻ എന്നുള്ളത് കീഴ്പ്പെടുക എന്നും തവ്വഅ യുതവ്വിഉ തത്വീഅൻ കീഴ്പ്പെടുത്തുക എന്നൊക്കെ സാധാരണ പറയാറുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മസ്തവാ ഇലസ് സമാഇ വഹിയ ദുഖാനുൻ ഫഖാല ലഹാ വലിൽ അർളി ഇത്തിയാ തൗഅൻ ഔ കർഹ ഖാലതാ അതൈനാ ത്വാഇഹിൻ. അല്ലാഹു ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ചപ്പോൾ ആകാശഭൂമികളോട് പറഞ്ഞു, വഖാല ലഹാ വലിൽ അർള്, ആകാശത്തോടും ഭൂമിയോടും പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ ഇത്തിയാ തൗഅൻ ഔ കർഹ, ഒന്നെങ്കിൽ നിങ്ങൾ സ്വമേധയ, അതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ബലപ്രയോഗത്തിലൂടെ, അതല്ലെങ്കിൽ നിവൃത്തിയില്ലാതെ കീഴടങ്ങുക എന്ന് പറയും. അപ്പൊ ഞങ്ങൾ സ്വമേധയ കീഴടങ്ങിയിരിക്കുന്നുവെന്ന് സാക്ഷ്യം വഹിച്ചു എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അവിടെ തൗഅ് എന്നുള്ളതും കർഹ് എന്നുള്ളതും നേരെ ഓപ്പോസിറ്റ് പദങ്ങൾ കൃത്യമായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്ക് ഈ ഒരു പദം തവ്വഅ എന്നുള്ളത് നമ്മൾ ഈ ഫഅല എന്നുള്ള രൂപത്തിലുള്ളത് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ബലം പ്രയോഗിക്കേണ്ടി വരിക എപ്പോഴാണ്? കീഴടങ്ങാതിരിക്കുമ്പോഴാണ്. കീഴടങ്ങുന്നതാണെങ്കിൽ പിന്നെ ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഒരു ഘടനയുടെ ഫഅല എന്നുള്ള ഘടനയുടെ ഒരു പ്രത്യേകത അവിടെ എന്താണ്? ഒരു ബലപ്രയോഗം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തില് കാബീലിന് ഹാബീലിനെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രയോഗത്തില് ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി, ഹാബീലിന് അദ്ദേഹത്തിന്റെ മനസ്സ് അല്ലെങ്കിൽ അവന്റെ മനസ്സ് സ്വന്തം സഹോദരനെ വധിക്കുന്നത് എളുപ്പമാക്കി കൊടുത്തു, അല്ലെങ്കിൽ നിസ്സാരമാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു തവ്വഅ എന്ന് പറയുമ്പോൾ എന്ത് വേണം?
ഒരു ബലപ്രയോഗമുണ്ട്. ആ ബലപ്രയോഗം ശരിക്ക് കാബീലിന്റെ ആത്മസംഘർഷത്തെ കുറിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ കൊല്ലണോ വേണ്ടേ? അതായത് ഒന്ന് ഹാബീലിനോട് അസൂയയുണ്ട്. ആ അസൂയയാണ് മനസ്സിൽ മൂത്തു നിൽക്കുന്നത്. അപ്പുറത്ത് കൊലപാതകം എന്നുള്ളത് ഹാബീൽ എന്റെ സഹോദരനാണ് എന്നും കൊല ചെയ്യുക എന്നുള്ളത് പാപമാണ് എന്നുള്ള ബോധമുണ്ട്. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കളിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായ സംഘർഷത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ തിന്മ, ഈ പറയുന്ന അസൂയ, നേരത്തെ പറഞ്ഞ സാഹോദര്യ ബന്ധത്തിന്റെ മേൽ അതിജയിച്ചു, അല്ലെങ്കിൽ അതിനെ കീഴടക്കി എന്ന് പറയാം. ശരിക്ക് ഈ തൗവ അൽ ഹദീദ എന്നൊക്കെ പറയും ഭാഷയില്. തൗവ അൽ ഹദീദ, നമ്മൾ ഈ ഇരുമ്പിനൊക്കെ മെരുക്കിയിട്ട് നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതിന് എന്ത് പറയാ? തൗവ അലയ്യനഹു എന്ന് പറയും. നമ്മൾ ഈ ഇരുമ്പ് ഉരുക്കിയിട്ട് അല്ലെങ്കിൽ അത് ചൂടാക്കിയിട്ടാണല്ലോ നമുക്ക് വേണ്ട ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പൊ അതിനെ മെരുക്കിയെടുക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്ന സാധനമാണ് എന്ത്? തൗവ അൽ ഹദീദ. അതുപോലെ തന്നെ ഈ വന്യമൃഗങ്ങളൊക്കെയും തൗവ അൽ വഹൂഷ, ഈ വന്യമൃഗങ്ങളൊക്കെ ഇണക്കിയെടുക്കുന്നതിനും എന്ത് പറയും? തൗവ എന്ന് പറഞ്ഞാൽ മെരുക്കാൻ കഴിയാത്ത ഒന്നിനെ മെരുക്കിയെടുക്കുക എന്നുള്ളതാണ് എന്ത്? ഈ പ്രയോഗത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അതിൽ നിന്നാണ് ഫഅ എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. ഫതവ്വഅത്ലു, അതായത് നമ്മള് ആ കഥ പറഞ്ഞു, നീ എന്നെ കൊല്ലാൻ കൈ നീട്ടിയാലും ഞാൻ നിന്നെ തിരിച്ചു കൊല്ലാൻ കൈ നീട്ടുകയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ ഫാഉ തഅഖീബാണ്. അങ്ങനെ അതിനൊക്കെ ശേഷം ഇയാൾ ആലോചിച്ച് വധിക്കാൻ തീരുമാനിച്ചു, അതല്ലെങ്കിൽ തിന്മ നന്മയെ കീഴടക്കി കളഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഇതിന് സമാനമായ ഒരു പ്രയോഗം വിശുദ്ധ ഖുർആനിൽ ഉണ്ട്. ഈ തവ്വഅത് ലഹു നഫ്സുഹു എന്ന് പറയുന്നിടത്ത് ഇതുപോലെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച മറ്റൊരു പദമാണ് സവ്വല എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു സാധനം ചെയ്യുന്നത് നന്നാക്കി തോന്നുക, അങ്ങനെ തോന്നിപ്പിക്കുന്നതിനാണ് തവ്വ എന്നും സവ്വല എന്നും പറയുക. ഇപ്പൊ ഇവിടെ കൊല്ലാൻ പാടില്ല, പക്ഷെ അയാളുടെ മനസ്സ് അവസാനം കൊല്ലുന്നത്, ഖത്ല അഖി, സഹോദരനെ കൊല്ലുന്നത് നന്നായി തോന്നിപ്പിച്ചു, അല്ലെങ്കിൽ അതിനെ മനസ്സിനെ പാകപ്പെടുത്തി. അങ്ങനെ പാകപ്പെടുത്തുന്നതിനുള്ള മറ്റൊരു പ്രയോഗമാണ് സവ്വല എന്നുള്ളത്. ഈ പദം 2 തവണ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോ വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബ്, യൂസുഫിന്റെ സഹോദരന്മാർ യൂസുഫിനെ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. അപ്പോ എന്നിട്ട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, ബിദമിൻ കദിബ്. അപ്പൊ എന്നിട്ട് പറഞ്ഞു ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞ വർത്തമാനമാണ് എന്ത്? ഖാല ബൽ സവ്വലത്കും അൻഫുസുക്കും, ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുക്കും. അപ്പോ ഇത് അള്ളാഹു നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്കിത് എളുപ്പമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നന്നായി കാണിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇതും തമ്മിലുള്ള വ്യത്യാസമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ സവ്വല ലഹു എന്ന് പറയുന്നതും തവ്വ ലഹു എന്ന് പറയുന്നതും ഒരു സംഗതി നിസ്സാരമാക്കി, അല്ലെങ്കിൽ നന്നാക്കി കാണിക്കുക, എളുപ്പമാക്കി കാണിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് കുറച്ച് കഠിനമായ ഒരു സംഗതിക്കാണ്, കാര്യത്തിനാണ് തവ്വ എന്നുള്ള പദം പ്രയോഗിക്കുകയുള്ളൂ. കഠിനമായ, ഇപ്പോ സഹോദരനെ കൊല്ലുക എന്ന് പറയുന്നത് വളരെ ഭീകരമായ കുറ്റമാണ്. അപ്പൊ അത്തരം ഭീകരമായ ഒരു സംഗതിയെ വളരെ നിസ്സാരമായി ഗണിക്കുന്നതിനാണ്, അതിന് അങ്ങേയറ്റത്തെ ശ്രമം ആവശ്യമാണ്. ഞാൻ നേരത്തെ തവ്വാൽ ഹദീദ എന്നൊക്കെ പറഞ്ഞതുപോലെ. അപ്പൊ അങ്ങനെയുള്ളതിനാണ് എന്ത് പറയുക? തവ്വ എന്നുള്ള പദം പ്രയോഗിക്കുക. പക്ഷെ സവ്വല എന്ന് പറഞ്ഞാൽ ഒരു ആലോചന ഇല്ലാണ്ടാണ് ചെയ്യുക. അതായത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, കാബീൽ ആത്മസംഘർഷം അനുഭവിക്കുന്നുണ്ട്, ചെയ്യണോ വേണ്ടേ എന്നൊക്കെയുള്ളത്. ഇവിടെ ആ സാധനമൊന്നുമില്ല സവ്വല എന്നുള്ളത്. അപ്പോ ഇത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് പറയാനുള്ള കാരണം ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുക്കും അംറ ഫല്ലാഹുൽ മുസ്തആൻ എന്ന് പറയുന്നുണ്ട്. അപ്പോ അതിന് കാരണം എന്താ വെച്ചാൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്, യൂസുഫിനെ കൊന്നിട്ടില്ല, യൂസുഫിനെ
കൊന്നിട്ടില്ല എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇവരെന്ത് ചെയ്തത്? ഇവർ യൂസുഫിനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. യൂസുഫിനെ ഒഴിവാക്കുകയാണ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് ധാരണയുണ്ട്. അതുകൊണ്ടാണ് തവ്വ എന്നുള്ള അത്ര പവറില്ലാത്ത എന്ത് പ്രയോഗിച്ചത്? സവ്വല എന്നുള്ള പദം വിശുദ്ധ ഖുർആൻ ഇവിടെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വിഷയത്തിൽ പ്രയോഗിച്ചത്. ഇതേ പ്രയോഗം തന്നെ ആ അവസാനം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തിരിച്ചു കിട്ടിയതിന് ശേഷവും കാലബൽ സവ്വലത്തിലൊക്കും മംഫൂസുക്കും അംറ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം തന്നെ മനസ്സിലായിട്ടുണ്ട് എന്ത്? യൂസുഫിനെ അവര് കൊന്നിട്ടില്ല എന്നുള്ളത്. അതുപോലെ അശ്ശൈത്വാനു സവ്വല ലഹും വ അംലാ ലഹും, പിശാച് ഇങ്ങനെ എന്താണ് മോശപ്പെട്ട കാര്യങ്ങൾ നന്നായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും എന്നൊക്കെയുള്ള പ്രയോഗം വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോ ഈ രണ്ട് പ്രയോഗവും ഒരേ അർത്ഥത്തിലുള്ളതാണ്. പക്ഷെ ഇത് കുറച്ച് പവർ കൂടിയതാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടോട് കൂടിയിട്ട് ചെയ്യേണ്ട സാധനമാണ്. ഇത് എന്താണ് മുന്നും പിന്നൊന്നും ആലോചിക്കാതെ ചെയ്യുന്ന സാധനത്തിനാണ് എന്ത് പറയാ? സവ്വല എന്ന് പറയുക. അപ്പോ ഫതവ്വഅത് ലഹു നഫ്സുഹു, അങ്ങനെ എന്താണ് ഹാബീലിന് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവന്റെ മനസ്സ് എളുപ്പമാക്കി കൊടുത്തു. അല്ലെങ്കിൽ കുറച്ച് പ്രയാസത്തോടു കൂടിയാണെങ്കിൽ പോലും എന്താക്കി? കീഴ്പ്പെടുത്തി മെരുക്കി കൊടുത്തു. എന്ത്? ഖത്ല അഖീഹി, സ്വന്തം സഹോദരനെ വധിക്കുക എന്നുള്ളത്. അപ്പോ സ്വന്തം സഹോദരനെ വധിക്കുക എന്നുള്ളത് ശരിക്കും ഒരു വലിയ ഭീകരമായ തെറ്റാണ്. ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത് തന്നെ ഭീകരമായ തെറ്റാണ്. അപ്പൊ അത് സ്വന്തം സഹോദരനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അതിനേക്കാൾ ഭീകരമാണ്. അപ്പോൾ ആ ഒരു സംഗതി പറയാനാണ് ശരിക്കും ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത്. ഈ വിശുദ്ധ ഖുർആനിന്റെ ശൈലി, വിശുദ്ധ ഖുർആന് ആവശ്യമില്ലാത്ത ഒരു എന്താ പറയാ ഹർഫ് പോലും പറയില്ല എന്നുള്ളതാണ് നമ്മുടെ രീതി. കാരണം ഇത് എന്താണ്? മുഅ്ജിസത്താണ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു സാധനമാണ്. അപ്പോ കഴിഞ്ഞ ആ ഒരു ആയത്ത് കഴിഞ്ഞാൽ ശരിക്ക് അതിനുശേഷം ഫഖതലഹു എന്ന് പറഞ്ഞ തീർന്ന്, അതായത് നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഹാബീലിനെ കൊന്നു എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അത് പറയാതെ ഇതിന് ഇത്നാബ് എന്ന് പറയാം, ഇങ്ങനെ നീട്ടി പറയുന്ന ഒരു രീതി. ഫതവ്വഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി എന്ന് പറയുന്നത് അത് ശരിക്ക് അത്രത്തോളം ആത്മസംഘർഷം അനുഭവിച്ചിരുന്നുവെന്ന് അത് കൃത്യമായിട്ട് വ്യക്തമാക്കാനാണ്. കാരണം ഒറ്റയടിക്ക് നേരെ പോയിട്ട് ഇത് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിപ്പോ ഒരു സംഭാഷണം നടക്കുകയാണ്. ഒരാൾ ഖുർബാൻ സമർപ്പിച്ചു, രണ്ടാൾ സമർപ്പിച്ചു, ഒരാൾ സ്വീകരിച്ചു, ഒരാൾ സ്വീകരിച്ചില്ല, ഇപ്പൊ ദേഷ്യപ്പെട്ടു, അവിടെ നിന്ന് കൊന്നു, അങ്ങനെ സംഭവിച്ചോ എന്നല്ലത്. അതായത് ഖുർബാൻ സമർപ്പിച്ചത് അതായത് ആ വിഷയത്തിലെ എന്താണ് വിധി വരുന്നതാണ്. അപ്പൊ അതിൽ ആര് പരാജയപ്പെട്ടു? അത് ഹാബീല് പരാജയപ്പെട്ടു. ഹാബീല് പരാജയപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഹാബീലിനോട് ദേഷ്യമുണ്ടായി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ആ ദേഷ്യത്തിന്റെ പുറത്താണ് പിന്നെ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ കാലം ഇത് കൊല്ലണോ വേണ്ടേ എന്നൊക്കെയുള്ള ചർച്ചയ്ക്ക് ശേഷം, അതുകൊണ്ടാണ് അങ്ങനെ കൃത്യമായിട്ട് ഫതവ്വഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി എന്ന് അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫഖതലഹു എന്നിട്ട് അവനെ കൊന്നു എന്ന് പറഞ്ഞാൽ ഹാബീലിനെ കൊന്നു. ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, കൊന്നതിന് ശേഷമുള്ള വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, അതിന്റെ പേരിൽ അവൻ നഷ്ടകാരികളിൽ പെടുകയും ചെയ്തു. ഇതിൽ രണ്ട് സംഗതികളുണ്ട്. ഒന്ന് ഖസിറ എന്നുള്ളതാണ്. ഖസിറ എന്നുള്ളത് ഭാഷയിൽ സാധാരണ പ്രയോഗിക്കാറുള്ളത് കച്ചവടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് കച്ചവടത്തിലൊക്കെയുള്ള നഷ്ടത്തിന്, അതല്ലെങ്കിൽ നമ്മൾ ഈ അളന്നു തൂക്കി കൊടുക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന നഷ്ടത്തിന്, അങ്ങനെയുള്ള കുറവ് വരുത്തുന്നതിന്, അങ്ങനെയൊക്കെയുള്ള നഷ്ടത്തിനാണ് ശരിക്കും എന്ത് പറയുക? ഖസിറ എന്നുള്ള പദം ഭാഷയിൽ പ്രയോഗിക്കാറുള്ളത്. അപ്പോ എന്താണ് വിശുദ്ധ ഖുർആൻ ഖസിറ ദുനിയ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെട്ടു പോയ ആളുകൾ, അതാണ് യഥാർത്ഥത്തിലുള്ള വ്യക്തമായ നഷ്ടം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ഇദ്ദേഹം എന്തുകൊണ്ട് ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരു പ്രയോഗം, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇദ്ദേഹം ലാഭം ഉദ്ദേശിച്ച് ചെയ്തതാണ്. തനിക്ക് ഗുണമുണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് ഹാബീലിനെ ആര് കൊല്ലുന്നത്? ഹാബീല് കൊല്ലുന്നത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു കച്ചവടത്തേക്ക് ഇറങ്ങുമ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന് വിചാരിച്ചിട്ട്
ഇറങ്ങുന്നതാണ് സംഭവിക്കുന്നത്, ചിലപ്പോൾ നഷ്ടം ആയേക്കാം. അതുപോലെ സംഭവിച്ചു പോയ നഷ്ടം എന്നുള്ള അർത്ഥത്തിലാണ് ഫഅസ്ബഹ മിനൽ ഖാസിരീൻ എന്നുള്ളതിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഫഅസ്ബഹ ഖാസിറൻ എന്ന് പറയുന്നതും ഫഅസ്ബഹ മിനൽ ഖാസിരീൻ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി ഇതിന്റെ തന്നെ അവസാനത്തിൽ, അടുത്ത ആയത്തിന്റെ അവസാനത്തിൽ ഫഅസ്ബഹ മിനൻ നാദിമീൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇപ്പോ അസ്ബഹ ഖാസിറൻ എന്ന് പറഞ്ഞാൽ അവൻ നഷ്ടകാരിയായി. അസ്ബഹ ഖാസിറൻ എന്ന് പറഞ്ഞാൽ അവൻ നഷ്ടകാരിയായി. അസ്ബഹ മിനൽ ഖാസിരീൻ എന്ന് പറഞ്ഞാൽ അവൻ നഷ്ടകാരികളിൽ പെട്ടുപോയി എന്ന് പറയുന്നത് തമ്മിൽ എന്ത് വ്യത്യാസം? അതായത് ഈ മിനൽ ഖാസിരീൻ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും, ഇപ്പോ നമ്മള് ഒരാൾ കച്ചവടം നടത്തി, ആ കച്ചവടത്തിൽ അയാൾ പരാജയപ്പെട്ടാൽ അയാൾ അസ്ബഹ മിനൽ ഖാസിരീൻ എന്ന് പറയാൻ പറ്റില്ല. അസ്ബഹ ഖാസിറൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ആ കച്ചവടം അയാൾക്ക് നഷ്ടത്തിലായി. അസ്ബഹ മിനൽ ഖാസിരീൻ എന്ന് പറഞ്ഞാൽ ആ ഖുസ്റാൻ, പരാജയം എന്നുള്ളത് അയാൾക്ക് സ്ഥായിയായി. അതായത് ആ പവറിനെ കുറിക്കാനാണ്. ഇപ്പോ വിശുദ്ധ ഖുർആനിൽ തന്നെ വകാന മിനൽ ളാലിമീൻ, വകാന മിനൽ കാഫിരീൻ എന്നൊക്കെയുള്ള ഈ മിനൽ ളാലിമീൻ, മിനൽ കാഫിരീൻ, മിനൻ നാദിമീൻ എന്ന് പറയുന്നതിന്റെ വ്യത്യാസം അതാണ്. കാന കാഫിറൻ എന്ന് പറയുന്നതും കാന മിന അൽ കാഫിരീൻ എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ഥായിയായ വിശേഷണമായിട്ട് മാറി. ഏറ്റവും വലിയ നഷ്ടകാരികളിൽ ഈ മിനൽ ഖാസിരി എന്ന് പറഞ്ഞാൽ നഷ്ടം പറ്റിയിട്ടുള്ള ഒരു ടീം. അപ്പൊ അതിന്റെ ഭാഗമായി അദ്ദേഹം എന്ന് പറഞ്ഞാൽ അത് അയാളുടെ സ്ഥായിയായ സ്ഥിരമായ സ്വഭാവമായി അല്ലെങ്കിൽ വിശേഷണമായി തീർന്നു എന്ന് പറയാനാണ് ഫഅസ്ബഹ മിനൽ ഖാസിരീൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് നഷ്ടം എന്നുള്ളതാണ്. അപ്പോ സഹോദരനെ വധിക്കുന്നു. സഹോദരനെ വധിക്കുമ്പോൾ ഒന്ന്, വധിച്ചതിന് ശേഷം അവൻ അനുഭവിക്കുന്ന, ഇപ്പൊ ഒരാള് ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തതിന് ശേഷം അയാൾ അനുഭവിക്കുന്ന വേദനകളുണ്ട്, ആത്മസംഘർഷങ്ങളുണ്ട്. അതാണ് അതിലെ ഒന്നാമത്തേത്. രണ്ടാമത്തേത് എന്താണ്? ഖത്ല അഖീഹി ഫഖതലഹു എന്ന് പറയുന്നത്. അയാള് ഒന്ന് വധിക്കുക എന്നുള്ളത്, വധിക്കുന്നത് കൊണ്ട് ഇഹലോകത്തും പരലോകത്തും അയാൾക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ. രണ്ടാമത്തേത് ഖത്ല അഖീഹി, ആരെയാണ് വധിക്കുന്നത് എന്നാണ്. അഖ് എന്നുള്ള പദത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. എന്താണ്? ശക്തി പകരുന്ന ആളാണ് അഖ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയുമായി ബന്ധപ്പെട്ട് മൂസാ നബി ഹാറൂന അഖിഷ്ദുദ് ബിഹി അസ്രി വ അശ്രികുഹു ഫീ അംരി എന്ന് പറയുന്നുണ്ട്. എന്റെ സഹോദരൻ ഹാറൂൻ എനിക്ക് ശക്തി പകരുന്നതിന് വേണ്ടി. അപ്പോ ശരിക്ക് ഹാബീലിനുണ്ടായിരുന്ന എന്തായിരുന്നു? സഹായമായിരുന്നു അല്ലെങ്കിൽ താങ്ങായിരുന്നു ആര്? ഹാബീല് എന്നുള്ളത്. പക്ഷെ ഈ ഒരൊറ്റ അസൂയയുടെ പുറത്ത് ഹാബീലിനെ വധിച്ചതോടുകൂടി അവനുള്ള താങ്ങുപോലും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇങ്ങനെ തെറ്റ് ചെയ്തതിന്റെ കുറ്റം, അതിന്റെ ഇഹലോകത്തും പരലോകത്തുമുള്ള ശിക്ഷ, അതിന്റെ മാനസികമായ സംഘർഷം, സഹോദരൻ നഷ്ടപ്പെട്ടതിലെ മറ്റു വേദന, ഇവയെല്ലാം ചേർത്തുകൊണ്ടുള്ള പ്രയോഗമാണ് എന്ത്? ഫഅസ്ബഹ മിനൽ ഖാസിരീൻ. അവൻ എന്താണ്? ഖാസിറുകളിൽ പെട്ടുപോയി. ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി ഫഖതലഹു ഫഅസ്ബഹ മിനൽ ഖാസിരീൻ. ഇനി അപ്പൊ അതിന് ശേഷം, അപ്പൊ കൊന്നു കഴിഞ്ഞ് ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞ്, ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്താണ്? കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിലെ ഒരു കൺസെപ്റ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഇപ്പോ ഇസ്ലാമിലെ യുദ്ധം, ഇസ്ലാമിലെ കൊലപാതകം എന്ന് പറയുന്നത്, ഇസ്ലാമില് ഒരാള് ഭൂമിയിൽ ജീവിക്കുന്നത് മറ്റ് ആളുകളുടെ ജീവന് പോറലേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ആ സാഹചര്യത്തിലാണ് വധിക്കപ്പെടുവാൻ അർഹമായത്. ഉദാഹരണമായിട്ട് ഒരാള് വേറൊരാളെ വധിക്കുന്നു, ബോധപൂർവം വധിക്കുന്നു. അയാൾക്ക് എന്തുണ്ട്? ഖിസാസ് ഉണ്ട്. കുത്തിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല. കാരണം എന്താണ്? ഞാനിപ്പോ ഒരാളെ വധിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നെ കാണുമ്പോൾ ആ സമൂഹത്തിന്റെ സുരക്ഷിതത്വം എന്താണ്? കാരണം ഞാൻ ഇനിയും ചിലപ്പോ ആ പണി ചെയ്യും എന്നുള്ളതാണ്. അപ്പോ അത് എന്താണ്? ഒരു സമൂഹത്തിന്റെ ജീവന് പോറലേൽപ്പിക്കുന്ന ഘടകമാണ്. അതുപോലെ തന്നെയാണ് ഈ എന്താണ് ഇർത്തിദാദുമായി ബന്ധപ്പെട്ട്, അതായത് മതം മാറി എന്നുള്ളത് കൊണ്ട് ഒരാളെ കൊല്ലണം എന്ന് ഇസ്ലാം പറയുന്നില്ല. മതം മാറി എന്നുള്ളത് കൊണ്ട് ഒരാള് എന്താണ് ഇസ്ലാം വിട്ട്
എന്താ പറയാ ഇസ്ലാമിക സമൂഹത്തിനെതിരിൽ അതിൽ സ്പർദ്ധയുണ്ടാക്കാനോ അതല്ലെങ്കിൽ അതിലെ കലാപം ഉണ്ടാക്കാനോ ശ്രമിക്കുന്നുവെങ്കിൽ അയാൾ വധിക്കപ്പെടും. കാരണം എന്താണ്? അതും സമൂഹത്തിന്റെ ജീവന് അപകടം ഏൽപ്പിക്കുന്നതാണ്. അപ്പൊ അതുപോലുള്ള കുറ്റകൃത്യങ്ങൾക്കാണ് ഇസ്ലാമിൽ എന്തുള്ളത്? കൊലപാതക ശിക്ഷ എന്ന് പറയുന്നത്. കാരണം ഈ നഫ്സി എന്നുള്ളത് പവിത്രമാണ്. അതുകൊണ്ട് തന്നെ നഫ്സിനെ ഒരു നിലക്കും വധിക്കരുത്. അത് നമ്മള് ഇതിന് ശേഷമുള്ള ആയത്തില് അതാണ് കടന്നു വരിക. അപ്പൊ വധിക്കരുത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നയം എന്നുള്ളത്. ഇസ്ലാമില് നിയമങ്ങൾ പല രൂപത്തിലുണ്ട്. അപ്പോ യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു, അല്ലയോ വിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്. അതേപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ളത് യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുൽ ഖിസാസു, അല്ലയോ വിശ്വാസികളെ നിങ്ങൾക്ക് പ്രതിക്രിയ നിർബന്ധമാണ്. അപ്പോ ഇത് രണ്ടും വിശ്വാസികളെ വിളിച്ച് പറഞ്ഞതല്ലേ. അപ്പോ ഒരു മുസ്ലിമിനെ ഒരാൾ കൊന്നാല് തിരിച്ച് ആ കൊന്ന ആളെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചർച്ചയാണ്. ആ ചർച്ച എന്ന് പറയുന്നത് അതായത് ഖുർആൻ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നേരെ അള്ളാഹ് ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇറക്കുകയല്ല ചെയ്തത്. അതിന്റെ കൂടെ ആരുണ്ടായിരുന്നു? ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ പ്രവാചകൻ അത് എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് കാണിച്ചു തന്നിരുന്നു. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുന്ന കൽപ്പനകൾ തന്നെയും ചിലതെല്ലാ മുസ്ലിങ്ങളും നടത്തേണ്ടതായിരിക്കും. ചിലപ്പോൾ അതേസമയം മുസ്ലിം ഉമ്മത്തിലെ ഭരണാധികാരികൾ നടത്തേണ്ടതായിരിക്കും. അത് എങ്ങനെ മനസ്സിലാവുക എന്ന് ചോദിച്ചാൽ അത് എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത് എന്നുള്ളതാണ്. അപ്പോ ഇസ്ലാമിന്റെ ഭരണ സംവിധാനമാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന പ്രതിക്രിയ അതുപോലുള്ള സംഗതികളൊക്കെയും ചെയ്യേണ്ടത്. അതല്ലാണ്ട് ഒരു വ്യക്തിയെ വധിച്ചതിന് പകരം മറ്റൊരു വ്യക്തിയെ തിരിച്ചു വധിക്കാൻ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, അത് എൻ്റെ പ്രിയപ്പെട്ട ആളെയാണ് വധിച്ചത് എന്നുള്ളത് കൊണ്ട് എൻ്റെ മകനാണ് അല്ലെങ്കിൽ എൻ്റെ ഉപ്പയാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ അധികാരമല്ല, തിരിച്ചു ചെയ്യാൻ അധികാരം. കാരണം എനിക്ക് വേണ്ടിയല്ല അവിടെ പ്രതികാരം. ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്ലാമിൽ ഒരാളെ വധിക്കുന്നതിന്റെ ന്യായം എന്താണ്? ആ സമൂഹത്തിന്റെ സുരക്ഷിതത്വമാണ്. അപ്പൊ ആ സമൂഹത്തിന്റെ സുരക്ഷിതത്വം ആരാണ് നോക്കേണ്ടത്? ആ സമൂഹത്തിന്റെ ചുമതലയുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ നോക്കേണ്ടത്. അതിനപ്പുറം ഓരോരുത്തരും തിരിച്ചു കൈകാര്യം ചെയ്ത് തുടങ്ങിയ പിന്നെ ആ സമൂഹത്തിന്റെ എന്തിനാണോ ഈ കൊല ഖിസാസ് അനുവദിച്ചത് അതിന്റെ നേരെ വിപരീത ഫലമായിരിക്കും അത് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇസ്ലാമിലെ ഭരണാധികാരികൾ നടപ്പാക്കേണ്ടുന്ന ഒരു സംഗതികളുണ്ട്, ഇസ്ലാമിലെ വ്യക്തികൾ നടപ്പാക്കേണ്ടുന്ന ഒരു സംഗതികളുണ്ട്. ഇസ്ലാമിൽ ഭരണാധികാരികൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ കഴിവനുസരിച്ച് വ്യക്തികൾക്ക് നടപ്പാക്കാൻ പറ്റുന്ന സംഗതികൾ. ഇപ്പൊ ജക്കാത്ത് എന്നുള്ളത് ശരിക്ക് ശേഖരിച്ച് വിതരണം ചെയ്യേണ്ടത് ആരാണ്? ഇസ്ലാമിക ഭരണകൂടമാണ്. പക്ഷെ അത് നടപ്പാക്കാത്തോളം കാലം അതിന് കഴിയുന്ന രൂപത്തിൽ അത് സംഘടിച്ച് വിതരണം ചെയ്യുന്നതുകൊണ്ട് സാമൂഹികമായിട്ട് ദോഷമില്ല. നേരെ മറിച്ച് ജക്കാത്തിൻ്റെതായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതുകൊണ്ട് പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്യുക. നേരെ മറിച്ച് മറ്റു വിഷയത്തിൽ അങ്ങനെയല്ല സംഭവിക്കുക. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുക. അപ്പൊ ഇങ്ങനെ നിയമങ്ങള് അള്ളാഹു അവതരിപ്പിക്കുക മാത്രമല്ല അത് എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് എന്നുകൂടി പ്രായോഗികമായിട്ട് കാണിക്കാനാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ച. അതിനാണ് ഹിക്മത്ത് എന്ന് ഖുർആന് വയുഅല്ലിമുക്കുമുൽ ഹിക്മ എന്ന് ഖുർആന് പ്രയോഗിച്ചത്. അപ്പോ അതിനുശേഷം എന്താ സംഭവിച്ചത്? ഫബഅസല്ലാഹു ഗുറാബൻ യബ്ഹസു ഫിൽ അർളി. ബഅസൽ ബഈറ ബഅസൽ ബഈറ ഫംബഅസ ഹല്ല ഇഖാലഹു ഫഅർസല. ഈ കെട്ടിയിട്ടിട്ടുള്ള ഒട്ടകം അതിന്റെ കെട്ടഴിച്ച് അതിനെ പറഞ്ഞു വിടുന്നതിനാണ് എന്ത് പറയാ? ബഅസ എന്ന് പറയുക. ഔ കാന ബാരിക്കൻ ഫഹാജഹു, ഔ കാന ബാരിക്കൻ ഫഹാജഹു, അല്ലെങ്കിൽ ഒട്ടകം ഇങ്ങനെ മുട്ടുകുത്തി ഇരിക്കുകയായിരുന്നു, അതിനെ ഇളക്കി നടത്തിക്കുന്നതിനാണ് എന്ത് പറയുക? ബഅസ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഇരിക്കുന്നതിനെ ഇളക്കി വിടുക,
അല്ലെങ്കിൽ നടത്തിവിടുക, അല്ലെങ്കിൽ പുറത്തേക്ക് പറഞ്ഞയക്കുക, അതിനൊക്കെയാണ് യഥാർത്ഥത്തിൽ ബഅസ എന്ന് പറയുക. ഹദീസില് ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല പോയ ഒരു ഹദീസ് ഉണ്ട്. അതായത് നമ്മുടെ എന്തായാലും പറയാം, ബനുൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത്, അപ്പൊ അതില് അവസാനം മാല കിട്ടിയതിനെ കുറിച്ച് പറയുന്ന സമയത്ത് തെരഞ്ഞിട്ടൊന്നും കിട്ടിയില്ല. അവസാനം അവസാനം നിരാശരായി ഞങ്ങള് പോകാനും വേണ്ടിയിട്ട് അവിടുന്ന് ഒട്ടകത്തെ എഴുന്നേൽപ്പിച്ചപ്പോ ഒട്ടകം ഇരിക്കുന്നതിന്റെ താഴെ ഉണ്ട് എന്ത്? മാല. ഫൈദൽ ഇഖ്ദു തഹ്തഹു. അപ്പൊ അവിടെ അൽ ബഈറ എന്നാണ്. അതുപോലെ തന്നെ ഹുദൈഫത്തുൽ യമാനി അദ്ദേഹം ഫിത്നയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ച ആളാണ്. അപ്പൊ അതിലെ എന്താണ് ഫിത്നയുമായി പറഞ്ഞിടത്ത് ഇന്നലിൽ ഫിത്നത്തി ബഅസാത്തുൻ വ വഫഖാത്തുൻ. ഇന്നലിൽ ഫിത്നത്തി ബഅസാത്തുൻ വ വഖഫാത്തുൻ. ഈ ഫിത്നകൾക്ക് ബഅസാത്തുണ്ട്, അതിങ്ങനെ ആളിക്കത്തുന്ന സമയവുമുണ്ട്, അതുപോലെ തന്നെ അത് ഒതുങ്ങുന്ന സമയമുണ്ട്. ഫമനിസ്തതാഅ അൻ യമൂത അലാ വഖഫാതിഹാ ഫല്യഫഅൽ. അതില് അത് ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് മരിക്കാൻ കഴിഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫിത്ന നടന്നു നിൽക്കുന്ന സമയത്ത് അതില് ഭാഗവാക്കാവരുത് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ ഇതിൽ നിന്നാണ് ബഅസ എന്നുള്ള ഒരു പദം വന്നിട്ടുള്ളത്. ബഅസ എന്ന് പറഞ്ഞാല് പറഞ്ഞയക്കുക, കെട്ടഴിച്ചു വിടുക എന്നൊക്കെയാണ് അതിന്റെ ഉദ്ദേശം. ഫബഅസല്ലാഹു ഗുറാബൻ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാക്കയെ പറഞ്ഞയച്ചു. ബഅസ എന്ന് പറഞ്ഞാല് പറഞ്ഞയച്ചു. ഇതില് അല്ല പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാല് ജീവജാലങ്ങൾക്കൊക്കെയും വഴി കാണിക്കുന്നത് അള്ളാഹുവിന്റെ വഹിയാണ്, അല്ലെങ്കിൽ ഇൽഹാമാണ് എന്നുള്ളതാണ്. അതാണ് വൗഹ റബ്ബുക ഇലൻ നഹ്ലി അൻ ഇത്തഖിദി മിനൽ ബുയൂതി മിനൽ ജിബാലി ബുയൂത എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാല് തേനീച്ചകൾക്ക് അള്ളാഹു എന്ത് കൊടുത്തു? വഹി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഓരോ ജീവജാലങ്ങളും എങ്ങനെയാണ് അതിന്റെ രീതികളൊക്കെയും അത് അള്ളാഹു എന്താണ് പ്രോഗ്രാം ചെയ്തതാണ് എന്ന് പറയുന്ന സാധനമാണ്. ഫബഅസല്ലാഹു ഗുറാബൻ. അതല്ലാണ്ട് അള്ളാഹു അവിടെ അതിനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തു എന്ന അർത്ഥം അതിന് ലഭിക്കില്ല. ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, സാധാരണ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇങ്ങനെ ഖാബീല് ആകെ നിരാശനായി നിൽക്കുകയാണ്, ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ. അപ്പോ അള്ളാഹു 2 കാക്കകളെ പറഞ്ഞു വെച്ചു. ഇതിലൊരു കാക്കയേ ഉള്ളൂ. 2 കാക്കകളെ പറഞ്ഞു വെച്ചു. അതിലൊരു കാക്ക മറ്റൊരു കാക്കയെ കുത്തി വീഴ്ത്തി, എന്നിട്ട് ആ കാക്ക ചത്തപ്പോ ഒരു കുഴി കുഴിച്ച് എന്നാണ് മറവ് ചെയ്തു. ഇതൊന്നുമില്ല. അതായത് ഇതൊക്കെ കഥയാണ്. അതൊന്നും എന്തല്ല പ്രാമാണികമായ ഒരു സാധനമൊന്നുമല്ല. ഇതാകെ എത്രയേ ഉള്ളൂ, കാക്ക ഒന്നു ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ ചികഞ്ഞു. ചികയുന്നത് കണ്ടാൽ ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാക്കും എന്താണ് പരിപാടി എന്നുള്ളത്. അതിൽ നിന്ന് ഹാബീലിന് കത്തി കാര്യം മനസ്സിലായി, അത്രേ ഉള്ളൂ. അതല്ലാണ്ട് ഒന്നിനെ കൊന്ന് എന്നിട്ട് കുഴിച്ചിട്ട് കാണിച്ചു കൊടുത്തു അങ്ങനൊന്നും അതിലില്ല. ഓക്കെ. അപ്പോ ഫബഅസല്ലാഹു ഗുറാബൻ. ഗുറാബ് എന്ന് പറഞ്ഞാല് കാക്ക എന്നാണ്. അത് ശരിക്കും ഇഖ്തിറാബ് എന്നുണ്ടായതാണ്. ഇഖ്തിറാബ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഈ ശരിക്ക് ഈ ദുശകുനത്തിനൊക്കെ ഇവർ ഉപയോഗിക്കുന്ന, അറബികൾ ഉപയോഗിക്കുന്ന ജീവിയാണ് കാക്ക എന്ന് പറയുന്നത്. അതില് എന്താ ഇഖ്തിറാബ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഒറ്റയ്ക്ക് അതല്ലെങ്കിൽ ഏത് നാട്ടിലും ചെന്ന് നിൽക്കുക, മാറി നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള ഇത്. അപ്പൊ അതിൽ നിന്നാണ് ഗുറാബ് എന്നുള്ള പദം കടന്നു വന്നിട്ടുള്ളത്. ഫബഅസല്ലാഹു ഗുറാബൻ യബ്ഹസു ഫിൽ അർദ്. അൽ ബഹൂസു മിനൽ ഇബിൽ. അൽ ബഹൂസു മിനൽ ഇബിലി. ഇദാ സാറ ബഹസത്തി തുറാബ ബിൽ ഐദി. ബഹസത്ത് ഈ ചില ഒട്ടകങ്ങള് നടക്കുന്ന സമയത്ത് അതിന്റെ കുളമ്പ് കൊണ്ട് മണ്ണ് ബാക്കിലേക്ക് ഇങ്ങനെ എന്താ പറയാ കോരിയിടും. അങ്ങനെ ആ കോരിയിട്ട് നടക്കുന്ന ഒട്ടകങ്ങൾക്കാണ് എന്താ പറയാ ബഹൂസ് എന്ന് പറയുക.
അതായത് ചികഞ്ഞിടുക അല്ലെങ്കിൽ മണ്ണ് മാന്തിയിടുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതാണ് അൽ ബഹൂസു മിനൽ ഇബിൽ ഇദാ സാറത് ബഹസത്തി തുറാബ ബി അൽ ഐദി. അപ്പോ ശരിക്ക് ഇങ്ങനെ ചികയുക അതല്ലെങ്കിൽ കുഴിക്കുക എന്നുള്ളതിന് ശരിക്ക് അറബി ഭാഷയില് അഫറ എന്നാണ് പറയാ. ഇത് ശരിക്ക് ചികയുക എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ്. നമ്മള് റിസർച്ചിനൊക്കെ അറബിയില് എന്താ പറയാ, ബഹ്സ് എന്നാണ് പറയാ. അപ്പൊ എന്ന് പറഞ്ഞാല് നമ്മൾ ചികഞ്ഞ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ശരിക്ക് അതിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കൃത്യമായിട്ട് ഫബഅസല്ലാഹു ഗുറാബൻ യബ്ഹസു ഫിൽ അർളി. അപ്പൊ ഇതിങ്ങനെ ലൈവായിട്ട് ആര് കാണുകയാണ്? ഖാബീൽ കാണുകയാണ്. അതുകൊണ്ടാണ് അവിടെ മുളാരിയ ബഹസ ഫിൽ അർളി എന്ന് പറയുന്നതിന് പകരം യബ്ഹസു ഫിൽ അർളി, ചികഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഈ ചികയുന്നത് പല രൂപത്തിലാവും. ഒന്ന് കാക്കയുടെ സ്വഭാവമാണ് എന്ത്, അതിനെന്തെങ്കിലുമൊക്കെ ചികഞ്ഞ് തിന്നാൻ കിട്ടുമോ എന്നുള്ളത്, അങ്ങനെ ചികഞ്ഞു നോക്കുക എന്നുള്ളത്. അത് അതിന്റെ ഒരു വ്യാഖ്യാനമുണ്ട്. അതിന്റെ ഇടയിൽ മറ്റൊരു വ്യാഖ്യാനം സാധാരണ എന്താണ്, അതിന് ഭക്ഷണം ലഭിച്ചാല് കുറച്ച് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുത് ഒന്ന് ചികഞ്ഞിട്ട് അതിന്റെ മേലെ എന്താണ് ആ ഭക്ഷണത്തിന്റെ മേലെ മണ്ണ് ഇടും എന്ന് പറയും. അപ്പോ അങ്ങനെയൊക്കെയുള്ള രീതികൾ കാക്കയുടെ പ്രകൃതത്തിലുണ്ട്. അപ്പൊ ഇത് വെച്ചുകൊണ്ടാണ് ഹാബീൽ കാര്യങ്ങൾ കാണുന്നത്. ഓക്കെ, ഫബഅസല്ലാഹു ഗുറാബൻ യബ്ഹസു ഫിൽ അർളി ലിയുരിയഹു. യബ്ഹസു ഫിൽ അർളി മണ്ണില് ചികഞ്ഞുകൊണ്ടിരിക്കുന്നു. ലിയുരിയഹു, ലി എന്ന് പറഞ്ഞാല് വേണ്ടി, ഒരു കാരണത്തെ കുറിക്കുന്ന സാധനമാണ്. ലാമില്ല ലി തഅലീൽ എന്നൊക്കെയാണ് പറയാം. ലിയുരിയഹു, അവന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇതില് ആരാണ് കാണിക്കുന്നത് എന്നുള്ളത് ഒന്നുകിൽ കാക്ക കാണിക്കുന്നു എന്ന് പറയാം, അതല്ലെങ്കിൽ ഫബഅസല്ലാഹു എന്നുള്ള അള്ളാഹു എന്നും പറയാം. രണ്ടായാലും അള്ളാഹു തന്നെയാണ്. കാരണം എന്താണ്, കാക്ക കാണിക്കുന്നതാണെങ്കിൽ പോലും അത് എവിടെ നിന്നുള്ളതാണ്? അള്ളാഹിങ്കിൽ നിന്ന് ഉള്ളതാണ്. അപ്പോ ലിയുരിയഹു, അവന് കാണിക്കുന്നതിന് വേണ്ടി. എന്താണ് കാണിക്കുന്നത്? കൈഫ യുവാരി സൗഅത അഖി. കൈഫ എങ്ങനെയാണ്, യുവാരി വറത് അൽ ഇബ്ലു ഇദാ സമിനത് വ കസുറ ശുഹൂമുഹ. ഈ തടിച്ച് കൊഴുപ്പൊക്കെ നിറഞ്ഞ് എല്ലൊന്നും കാണാതെ നല്ലങ്ങനെ കൊഴുത്തു നിൽക്കുന്ന ഒട്ടകത്തിനാണ് എന്ത് പറയുക? വറത്തിൽ ലിബിലു വറിയൻ എന്ന് പറയുക. ഇത് എല്ലൊന്നും കാണാത്ത രൂപത്തില് ഇങ്ങനെ നന്നായി. അൽ വാരി എന്ന് പറഞ്ഞാല് അസ്സമീനു മിൻ കുല്ലി ഷൈഇൻ. അൽ വാരി എന്ന് പറഞ്ഞാല് അസ്സമീനു മിൻ കുല്ലി ഷൈഇൻ, എല്ലാത്തിലെയും തടിച്ചതിനാണ് എന്ത് പറയാ? വാരി എന്ന് പറയുക. കാരണം എല്ലൊന്നും കാണൂല, ഉള്ളിലുള്ളൊന്നും കാണാതെ അങ്ങനെ നല്ല നിറയും. അതിൽ നിന്നാണ് എന്ത് വർറ എന്ന് പറയുന്നതും വാറ എന്നുള്ള പദവും വന്നിട്ടുള്ളത്. ഒന്ന് വർറ അല്ലെങ്കിൽ വാറ. വാറ ഔ വർറ. വർറൈത്തുൽ ഖബറ. വർറൈത്തു അൽ ഖബറ ഔ വാറൈതുഹു ജഅൽതുഹു വറായി. വർറൈത്തുൽ ഖബറ, ഞാൻ വാർത്തയെ മറച്ചു വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു ആ പദത്തിന്റെ ഒരു പ്രത്യേകത, ഉള്ളൊന്നും കാണാത്ത രൂപത്തില് ഒട്ടകം തടിച്ചു വീർക്കുന്നതാണ് എന്ത്? വറിയ്. അപ്പൊ വർറൈത്തുൽ ഖബറ എന്ന് പറഞ്ഞാല് ജഅൽതുഹു വറായി. നമ്മൾ ഒരാൾ കാണാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യാ? ബാക്കിലേക്ക് പിടിക്കും. അങ്ങനെ ഈ വറായി എന്നുള്ളതിൽ നിന്നാണ് എന്തുണ്ടായത്? വർറ എന്നോ വാറ എന്നൊക്കെയുള്ള പദം ഉണ്ടായിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോകുമ്പോ അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അറാദ സഫറ വർറാ ബി ഗൈരിഹി എന്നാണ്. റസൂൽ യാത്ര ഉദ്ദേശിച്ചാല് വർറാ ബി ഗൈരിഹി. ആൾക്കാർക്ക് തിരിയില്ല റസൂൽ എവിടുക്ക പോണേ എന്താ എന്നൊന്നും അറിയില്ല, അത് മറച്ച് വെക്കുമെന്ന്. കാരണം റസൂലിന് ഒരുപാട് ശത്രുക്കളൊക്കെ ഉള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ കൃത്യമായിട്ട് പറയാനൊന്നും പറ്റില്ല. അതാണ് വർറ ബി ഗൈരിഹി എന്ന് പറയുന്നത്.
അപ്പൊ ഇതിൽ നിന്നാണ് എന്ത് വാറ യുവാരി ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖി, അവന് കാണിച്ചു കൊടുക്കാൻ എന്ത് കൈഫ യുവാരി സൗഅത അഖി, സ്വന്തം സഹോദരന്റെ സൗഅത്ത് എങ്ങനെയാണ് മറക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന്. ഓക്കെ, അപ്പൊ ഇവിടെയും മറച്ചു വെക്കുക എന്നുള്ളതാണ്. മറവിനൊക്കെ വേറെ പദമുണ്ട്, ദഫ്ന് എന്നൊക്കെയാണ് ശരിക്ക് എന്ത് പറയാ മറവിന് പ്രയോഗിക്കുക. അപ്പൊ ഇവിടെ രണ്ട് പ്രയോഗങ്ങൾ, ഒന്ന് വാറ എന്നുള്ള പദവും മറച്ചു വെക്കുക. കാരണം അവന് ഇത് ദഫ്ന് എന്ന് പറഞ്ഞപ്പോ നമ്മൾ സാധാരണ ഒരാള് മരിച്ച് അയാള് എന്താണ് ആദരവോട് കൂടിയിട്ട് മറവൊക്കെ ചെയ്യുക എന്നൊക്കെയാണ്. ഇതിപ്പോ അതല്ല. ഇതെന്താ സംഭവിച്ചത്? ഇത് അയാൾ കൊന്നതാണ്. കൊന്നിട്ട് ആകെ ഇങ്ങനെ പരിഭ്രാന്തനായിട്ട് നിൽക്കുകയാണ്. അപ്പോ നമ്മൾ ഒളിച്ചു വെക്കുകയാണ് ചെയ്യുക. അപ്പൊ ആ ഒളിച്ചു വെക്കുന്നതിന്റെ കാര്യമാണ് ഇവിടെ പറയാം. അതുകൊണ്ടാണ് അവിടെ വാറ എന്നുള്ള പദം പ്രയോഗിച്ചത്. കൈഫ യുവാരി സൗഅത അഖി. സൗഅത എന്ന് പറഞ്ഞത് എന്താണ്? മയ്യിത്താണ് സാധാരണ മൃതദേഹത്തിന് പറയുക. സൗഅത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും മാ തസൂഉ റുഇയതുഹു, മാ തസൂഉ റുഇയതുഹു, കാണുന്നത് മോശമായതൊക്കെയും സൗഅത്താണ്. അതിപ്പോ ഞാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാണാൻ ഞാൻ ആഗ്രഹിക്കാത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സൗഅത്താണ്. ഇപ്പൊ ഒരാൾക്ക് എന്താണ് ഇപ്പോ മറ്റുള്ളവർക്ക് അരോചകം ഉണ്ടാക്കുന്ന രൂപത്തിൽ മുറിവുണ്ടെന്നൊക്കെ, അല്ലെങ്കിൽ ഒരു ചൊറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ, അപ്പൊ അയാൾ അത് മറ്റുള്ളവരെ കാണാൻ ആഗ്രഹിക്കില്ല. അപ്പൊ അതിനെന്ത് പറയാ? സൗഅത്ത്. മാ തസൂഉ റുഇയതുഹു, മാ തസൂഉ റുഇയതുഹു. ഇപ്പൊ ഇവിടെ രണ്ട് സംഗതികളുണ്ട് ഇതിന് സൗഅത്ത് എന്ന് പ്രയോഗിക്കാനുള്ള കാരണം. ഒന്ന്, മൃതദേഹം എന്നുള്ളത് എന്താണ്? മറച്ചു വെക്കേണ്ടതാണ് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ എന്താണ്? യാ അലി ലാ തുഅഖിർ തലാസൻ, ഈ മൂന്ന് കാര്യങ്ങൾ വൈകിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, മരിച്ചു കഴിഞ്ഞാല് മറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോ അങ്ങനെ എന്താണ് ഇത് പുറത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ പ്രദർശനം, മൃതദേഹ പ്രദർശനം ഒന്നും ഇസ്ലാമല്ല. അങ്ങനെ ഒരു സംഗതി ഒന്നും ഇസ്ലാമിൽ ഇല്ല. മരിച്ച ആൾക്കാരെ ഇങ്ങനെ കുറെ ആൾക്കാർ വന്നിട്ട് കാണുക, അങ്ങനെ ഒന്നും ഇല്ല ഇസ്ലാമില്. അതായത് ദീനീപരമായിട്ട് അത് ചെയ്യേണ്ട സംഗതികളൊന്നുമില്ല. ഇനി വേറൊരാൾക്ക് ഒരു എന്താണ് ബന്ധത്തിന്റെ ഒക്കെ പുറത്ത് പോയി കാണുക എന്നുള്ളത് അതൊരു മറ്റൊരു സംഗതിയാണ്. അപ്പോ അതാണ് ഒന്നാമത്തേത്. അപ്പൊ ഇവിടെ മൃതദേഹം എന്നുള്ളതുമായി ബന്ധപ്പെട്ടതാണ് സൗഅത്ത് എന്നുള്ളത്. ഈ രണ്ടാമത്തേത് സാധാരണ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളൊന്നും സൂചിപ്പിക്കാത്ത ഒരു സംഗതി. ഇത് ഞാൻ ഞാൻ കൊന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നത് കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മാ തസൂഉ റുഇയതുഹു, എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതായത് ഞാനിപ്പോ ഒരാളെ കൊന്ന് നിങ്ങൾ ആ വഴിക്ക് വന്നാൽ എന്റെ കഥ കഴിഞ്ഞ്. അപ്പൊ അതുകൂടി അതില് അർത്ഥം ഉണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോ അതുകൊണ്ടാണ് ഇവിടെ സൗഅത്തി എന്നുള്ള പദവും അതുപോലെ തന്നെ വാറ എന്നുള്ള പദവും പ്രയോഗിച്ചത്. കൈഫ യുവാരി സൗഅത അഖി. ഓക്കെ, അപ്പോ ഈ കാക്ക ചെയ്യുന്നത് കണ്ട് അതിൽ നിന്ന് എന്താണ് ഹാബീലിന് കാര്യം മനസ്സിലായി. അപ്പൊ കാര്യം മനസ്സിലായപ്പോ ഹാബീല് പറയുന്നതാണ് ഖാലയാ വൈലത്ത്. ഖാലുണ്ടോ? ഖാലയാ വൈലത്ത അഅജസ്തു അൻ അകൂന മിത്ല ഹാദൽ ഖുറാബ്. അപ്പോ ഇത് കണ്ടപ്പോ ഹാബീല് പറഞ്ഞു യാ വൈലത്ത, യാ വൈലത്ത, എന്തൊരു കഷ്ടമാണ്. യാ വൈലത്ത और വൈല് വൈലത്ത് രണ്ട് പദങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുക. വൈല് വൈലത്ത്, ഒന്ന് താഴുള്ളത് ഒന്ന് താഴ് ഇല്ലാത്തത്. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആണും പെണ്ണും അല്ല. നേരെ മറിച്ച് വൈല് എന്ന് പറഞ്ഞാൽ നാശം എന്നാണ് അർത്ഥം. നാശം എന്നുള്ള വൈലുല്ലിൽ മുത്തഫിഫീൻ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഓക്കെ, അപ്പൊ യാ വൈലന ഇന്ന കുന്ന വാലിമീൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്? നാശം എന്നാണ്. കൃത്യമായിട്ട് ഒരാളുടെ നാശത്തെ കുറിക്കുന്ന സാധനമാണ് വൈലുല്ലിൽ മുത്തഫിഫീൻ. ഈ അളവ് അല്ലെങ്കിൽ എന്താ പറയാ, ഈ അതില് പക്ഷപാതിത്വം കാണിക്കുന്നവർക്ക് എന്തുണ്ട്? ആ നാശമുണ്ട്, അവർ നശിച്ചു പോയിരിക്കുന്നു എന്ന് പറയുന്നതാണ്. പക്ഷെ വൈലത്ത് എന്ന് പറയുന്നത് വഷളാവുക എന്നാണ്. ഓക്കെ, ഇത് ഒരാൾ തീർന്നു പോകുന്നതായ അയാളുടെ കഥ കഴിഞ്ഞു എന്നർത്ഥം. ഇത് ഒരാളുടെ മാനം പോകുന്ന കേസാണ്. അപ്പോ വൈലത്ത് എന്നുള്ളത് എന്താ പറയാ, ദുഃഖത്തിന്റെ പേരിൽ വേദനയുടെ ഒക്കെ രൂപത്തിൽ യാ വൈലത്ത എന്തൊരു
കഷ്ടമാണ് എന്ന് പറയുന്നത് അത് വഷളത്തരവുമായി ബന്ധപ്പെട്ട ഒരാളുടെ മാനം പോകുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് സൂറത്തുൽ കഹ്ഫില് നാളെ പരലോകത്ത് അള്ളാഹു വേദം നൽകുന്ന സമയത്ത് വഉളിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂൻ യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ എന്ന് പറഞ്ഞാല് നമ്മളുടെ കുറെ കർമ്മങ്ങളുണ്ട്, അത് മറ്റുള്ളവർ കണ്ട നമ്മുടെ കഥ കഴിഞ്ഞ് അതാണ്ട് തുറന്നു വെക്കപ്പെടുകയാണ് എവിടെ? പരലോകത്ത്. അതോടുകൂടി അയാള് വഷളായി പോവാണ്. അതാണ് എന്ത് യാ വൈലത്ത എന്ന് പറയുന്നത്. ഇത് തന്നെ വേറെയും അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ സാറ. അപ്പൊ സാറക്ക് ആര് വരുന്നുണ്ട്? മലക്കുകൾ വന്നിട്ട് മകനുണ്ടാകുന്നതിനെ കുറിച്ച് എന്തുണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അപ്പോ അവര് പറഞ്ഞു യാ വൈലത്ത അലിദു വഅന അജൂസ്. അപ്പോ അതായത് അവിടെ നഷ്ടം എന്നല്ല പറയണത്, ഇതൊരു മോശമായല്ലോ, ഇപ്പോഴാണോ ഞാൻ വയസ്സായില്ലേ, ഇപ്പൊ എനിക്ക് കുഞ്ഞുണ്ടാവുക എന്നൊക്കെയുള്ളത് അവിടെയും എന്താണ് യാ വൈലത്ത എന്നുള്ള പദമാണ് പ്രയോഗിക്കുന്നത്. അപ്പൊ ഇതാണ് വൈല് എന്നുള്ള വൈലത്ത്. അപ്പൊ ഇത് ദുഃഖത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ആകമാനം യാ വൈലത്ത. കാരണം ഈ കാക്കിയാണ് എന്നെ പഠിപ്പിച്ചത്, ഇന്ന് എന്തിനാണ് പറ്റുക, അതായത് അത്രത്തോളം വഷളായി എന്നുള്ളതാണ് അവിടെ കുറിക്കുന്നത്. ഇതിനുമായി ബന്ധപ്പെട്ട ഒരു സാധനമാണ് എന്ത് ഹസ്രത്ത് എന്ന് പറയുന്ന പദവും. വൈലത്ത് അതുപോലെ ഹസ്രത്ത്. വാ ഹസ്രതൻ അലൽ ഇബാദ് അല്ലെ സൂറത്ത് യാസീൻ. വാ ഹസ്രതൻ അലൽ ഇബാദ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ യാ ഹസ്രത അലാ മാ ഫറത്ന ഫീ ജംബില്ലാ എന്ന് വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. അപ്പോ യാ ഹസ്രത്തെയും അല്ലെങ്കിൽ വാ ഹസ്രത്തെയും യാ വൈലത്തെയും ഒക്കെ ഒരേ രൂപത്തിൽ പ്രയോഗിക്കുന്നതാണ്. പക്ഷെ അതിലെ ഏറ്റവും സ്ട്രോങ് സാധനം വാ ഹസ്രത്തെയാണ്. അതാണ് പരലോകത്ത് വന്ന ആ സാധനത്തിലൊക്കെ എന്ത് വാ ഹസ്രതൻ അലൽ ഇബാദ് എന്ന് പറയും. കാരണം ഹസ്രത്ത് പറഞ്ഞാല് പിന്നെ അതില് എന്താ പറയാ അതിജീവിക്കാൻ ഒരു വഴിയില്ല. ഹസറ എന്ന് പറഞ്ഞാൽ ഇൻഖത്താണ്, മുറിഞ്ഞു പോയി എന്നാണ്. എന്താണ് കദാലിക നുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം വമാ ഹും ബിഖാരിജീന മിനൻ നാർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാല് ഹസറ എന്ന് പറഞ്ഞാല് മുറിഞ്ഞു പോവുക എന്നാണ്. അതുപോലെ തുമ്മർജിഇൽ ബസറ കറതൈനി യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ എന്ന് പറയുന്നുണ്ട്. അതായത് മുറിഞ്ഞു പോവുക, അതോടുകൂടി തീർന്ന്. അപ്പൊ അതിലെ മാക്സിമം ലെവലാണ് എന്ത് ഹസ്രത്ത് എന്ന് പറയുന്നത്. അതിന്റെ വേദനയുടെ ആ ഒരു മുഖം കാണിക്കുന്ന സാധനമാണ് എന്ത് വഷളാത്തരത്തിന്റെ മുഖം കാണിക്കുന്ന സാധനമാണ് വൈലത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ യാ വൈലത്ത എന്തൊരു മോശമായി പോയി. ഓക്കെ അലിഫ് ലിൽ ഇസ്തിഫാം എന്നാ പറയാ, എനിക്ക് കഴിഞ്ഞില്ലല്ലോ, എനിക്ക് അജിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അജിസ് എന്ന് പറഞ്ഞാല് ചെയ്യാൻ കഴിയാണ്ടിരിക്കുക, ദുർബലമാവുക. അജൂസ് എന്ന് പറഞ്ഞാല് അങ്ങേയറ്റത്തെ വൃദ്ധയായ ആളുകൾക്കൊക്കെയാണ് അല്ലെങ്കിൽ വൃദ്ധനായ മനുഷ്യന്മാർക്കൊക്കെയാണ് എന്ത് ഈ പദം ഉപയോഗിക്കുക, അജൂസ് എന്ന് പറയുന്നത്. എന്താണ് വാലമു അന്നക്കും ഗൈറുമു അജിസില്ല എന്നൊക്കെ ഖുർആൻ പ്രയോഗിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ ഉണ്ടാക്കാൻ പറ്റില്ല, അള്ളാഹുവിന്റെ മേലിൽ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പൊ അജിസ് എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ചെയ്യാൻ കഴിയാതിരിക്കുക എന്നുള്ളതിനാണ് അജിസ് എന്ന് പറയാം. ലഅഫ് എന്ന് പറയുന്നതും ദൗർബല്യമാണ്. ആ ദൗർബല്യം എന്താണ് മനുഷ്യന്റെ ശാരീരികമായ ദൗർബല്യങ്ങൾക്കാണ് കൂടുതലായിട്ട് പ്രയോഗിക്കാറുള്ളത്. അല്ലാഹു ഖലഖക്കും മിൻ ലഅഫിൻ എന്നൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് ഖുർആൻ. അപ്പോ അജസ്തു എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ കഴിയാത്തവനായി പോയല്ലോ എന്നുള്ളതാണ്. അൻ അകൂന മിസ്ല ഹാദൽ ഖുറാബ്, ഈ കാക്കയെ പോലെയാകുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഈ കാക്കയെ പോലുമെങ്കിൽ ആവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന സാധനം. എന്ന് പറഞ്ഞാല് ഈ കാക്ക അവിടെ അത് ചെയ്തതോടുകൂടി അതിന് തന്നേക്കാൾ എന്തുണ്ട്, കാര്യങ്ങൾക്ക് ധാരണയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇവിടെ അയാൾ കാണിക്കുന്നത്. അപ്പോ അൻ അകൂന മിസ്ല ഹാദൽ ഖുറാബ്, ഈ കാക്കയെ പോലെ എന്താണ് ലി ഉവാരിയ സൗഅത്ത അഖി, എന്റെ സഹോദരന്റെ സൗഅത്ത് മറച്ചു വെക്കാൻ. അതായത് ഇവന് കൊല്ലുമ്പോ ഞാൻ ഏറ്റവും വലിയ മിടുക്കനാണ് എന്നുള്ള ധാരണയിലാണ് കൊല്ലുന്നത്.
കൊന്നു കഴിഞ്ഞപ്പോ ഞാനൊന്നും അല്ല എന്നുള്ള രൂപത്തിലേക്ക് തിരിച്ച് എത്തുകയാണ്. ഫാസ്ബഹ മിനൻ നാദിമീൻ. അങ്ങനെ അവൻ എന്തായി തീർന്നു? നാദിമീങ്ങളിൽ പെട്ടുപോയി. ഞാൻ നേരത്തെ പറഞ്ഞു അസ്ബഹ നാദിമൻ എന്ന് പറയുന്നതും അസ്ബഹ മിനൻ നാദിമീൻ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അസ്ബഹ നാദിമൻ എന്നുള്ളത് ഖുർആൻ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ ഹത്താ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ എന്ന് പറയുന്നുണ്ട്. അപ്പോ സാധാരണ ഖേദം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അസ്ബഹ മിനൻ നാദിമീൻ എന്ന് പറഞ്ഞാൽ ആ ഖേദത്തിന്റെ കൂടെ ജീവിക്കുക എന്നാണ്. ഈ നദീമ എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ പേരിടലുണ്ട്. അശ്ശരീബുല്ലദി യുനാദിമുഹു. നാദംതുഹു ഔ നാദംതു ഫുലാനൻ അലശുർബി. ഒന്നിച്ച് കള്ളു കുടിക്കുന്ന ആളുകൾക്കാണ് നദീമി എന്ന് പറയുക. സാധാരണ നമ്മള് അർത്ഥം പറയുമ്പോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോ കൂട്ടുകാരൻ എന്നൊക്കെ കാണും. അതാ തിരക്കിടില്ല. കാരണം കള്ളുടിച്ചാലും ഒന്നിച്ചിരിക്കുന്ന ആളും കൂട്ടുകാരനാണല്ലോ. അപ്പൊ ശരിക്ക് നദീം എന്ന് പറഞ്ഞാല് എപ്പോഴും ഒന്നിച്ചിരുന്ന് കള്ളു കുടിക്കുന്ന ആൾക്കാണ് അത് പറയുക. ശരീബുല്ലദി യുനാദിമുഹു. ഭാഷയില് നാദംതു ഫുലാനൻ അല ഷറാബി എന്നാണ് പറയാം. ഞാന് കള്ളു കുടിക്കാൻ ഇന്ന് കുട്ടിയുടെ അല്ലെങ്കിൽ ഇന്ന ആളുടെ കൂടെ നിന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ ബേസ്. അതിൽ നിന്നാണ് ഇവിടെ നദാമത്ത് എന്നുള്ള പദം വരുന്നത്. എന്ന് പറഞ്ഞാല് ഈ ഖേദം എപ്പോഴും കൂടെ കൂടുന്ന രൂപത്തിൽ അങ്ങേയറ്റത്തെ ഖേദത്തിൽ പെട്ടുപോയി എന്നുള്ളതാണ്. അപ്പൊ ഇതില് ഈ ഖേദത്തെ കുറിച്ച് പറയുന്നത് ഇത് തൗബയാണോ അല്ല എന്നുള്ളത് വേറെ ചർച്ചയാണ്. അതായത് ഒരു ഹദീസ് ഉണ്ട്, അന്നദുമു തൗബത്തുൻ. ഖേദം എന്ന് പറയുന്നത് എന്താണ്? പശ്ചാത്താപമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനെ കുറിച്ചല്ല ഇത് പറയുന്നത്. ഇത് നമ്മൾ ചെയ്തു പോയതിന് ശേഷം വേണ്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. അല്ലാണ്ട് അള്ളാനെ പേടിച്ചിട്ടോ അതല്ലെങ്കിൽ അതുപോലുള്ള സംഗതിയെ കുറിച്ചല്ല പറയുന്നത്. അങ്ങനെയായിരുന്നുവെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്, എന്ത്? ലാ തുഖ്തലു നഫ്സുൻ ദുൽമൻ ഇല്ലാ കാന അല ഇബ്നി ആദമിൽ അവ്വൽ നസീബും മിൻ ദമിഹ. ഒരു മനുഷ്യനും കൊല ചെയ്യപ്പെടുന്നില്ല, അതിന്റെ ഒരു ഓഹരി ആർക്ക് പോയിട്ടല്ലാണ്ട്? ഹാബീലിന് പോയിട്ടില്ലാണ്ട്. കാരണം ലി അന്നഹു അവ്വലു മൻ സന്നൽ ഖത്ൽ. കാരണം അവനാണ് ആദ്യമായി കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്ന് പറയും. അപ്പോ ഒരാള് പശ്ചാത്തപിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ തൗബ അള്ളാഹു അല്ലെങ്കിൽ ആ തൗബയായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് എന്തുണ്ടാവില്ല? മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ ശിക്ഷ ലഭിക്കില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഈ ഖേദപ്രകടനം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചല്ല? തൗബയെ കുറിച്ചല്ല പറയുന്നത്. നേരെ മറിച്ച് അത് അയാള് ഇത് ചെയ്തത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിപ്പോയില്ല എന്നുള്ള സങ്കടം അയാൾക്ക് ഉണ്ടായി എന്നുള്ളതിനെ കുറിക്കാനാണ്. അപ്പൊ ഇതില് ഈ ഒരു ചരിത്രത്തില് എന്താണ് ഒരുപാട് സംഭവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. അതില് ഇതിന്റെ തൊട്ട് മുമ്പ് ശേഷവുമുള്ള സംഗതികൾ ബനു ഇസ്രായേലിനെ കൈകാര്യം ചെയ്യുന്നു. ബനു ഇസ്രായേല് കൊലപാതകത്തെ കുറിച്ച് അവരുടെ സമീപനം വളരെ ലാഘവത്തോടു കൂടിയായിരുന്നു അവർ കണ്ടിരുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഇത് മാനവ നാഗരികതയിലെ അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഒന്നാമത്തെ സംഭവമാണ് എന്നുള്ളതാണ്. അപ്പൊ ആ സംഭവത്തില് മനുഷ്യൻ എത്ര ദുർബലനാണ് എന്നും എത്ര നിസ്സാരമായ ജീവിയാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത് എന്നും യഥാർത്ഥത്തിൽ ഖുർആൻ നമുക്ക് കൃത്യമായിട്ട് വരച്ചു കാണിച്ചു തരികയാണ്. എന്ന് പറഞ്ഞാല് ദുനിയാവിലുള്ള എല്ലാ ചരാചരങ്ങളിൽ നിന്നും മനുഷ്യന് പഠിക്കാനുണ്ട്. മനുഷ്യൻ മറ്റുള്ള ചരാചരങ്ങളെക്കാൾ എന്താണ് മികച്ചവനാണ് എന്നൊരിക്കലും തോന്നേണ്ടതില്ല. അപ്പൊ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നത്, അതുപോലെ തന്നെ മറച്ചു വെക്കുന്നത്, അതായത് ആ കാക്ക പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഗതി എന്താണ്? മറച്ചു വെക്കണം. നമ്മളിപ്പോ ഉദാഹരണമായിട്ട് നമ്മുടെ ഒക്കെ അടുത്ത് സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ, ഇപ്പൊ ഫലസ്തീൻ എന്നുള്ളത് നമ്മുടെ ഒരു വേദനയാണ്. അപ്പൊ ഫലസ്തീനിന്റെ ഒരു രൂപം അല്ലെങ്കിൽ ഫലസ്തീനിൽ നടക്കുന്ന സംഗതികളൊക്കെ ശരിക്കും എന്താക്കണം? ലോകത്തിന് അറിയിക്കണം. പക്ഷെ അത് അറിയിക്കുമ്പോഴും നമ്മൾ സ്വീകരിക്കേണ്ട ചില സംഗതികളുണ്ട്. അപ്പോ അതൊക്കെ ഇവിടെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞാൽ മൃതദേഹത്തോട് സ്വീകരിക്കേണ്ട
ഒരു മര്യാദ, അല്ലെങ്കിൽ അതിനോട് കാണിക്കേണ്ടുന്ന ഒരു ആദരവ്, അത് പലസ്തീന്റെ വിഷയത്തിലാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അത് എത്തിക്കാൻ വേണ്ടി ചെയ്യാം. പക്ഷെ അതല്ലാണ്ട് രൂപത്തിൽ പോലും നാട്ടിലൊരു ആക്സിഡന്റ് ഉണ്ടായാൽ അതല്ലെങ്കിൽ അതൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുക, അതല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുക എന്നൊന്നും യഥാർത്ഥത്തിൽ എന്തല്ല, അതൊരു മുറുവത്തിന്റെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വത്തിന്റെയോ ഒന്നും ഭാഗമല്ല എന്ന് കൂടി യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഇസ്രായേൽ സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സാധനമാണ് അടുത്ത ആയത്തിൽ മിൻ അജ്ലി ദാലിക കതബ്നാ അലാ ബനി ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല അന്നാസ് ജമീഅ എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ഇതാണ് എന്താണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കളുടെ ഒരു ചരിത്രം. ഇവിടെ ഇതിന്റെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ ചരിത്രത്തിന്റെ ഇടയിൽ കൊണ്ടുവരുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവിടെ ഈ പറയുന്ന അസൂയ ഉണ്ട്. അസൂയ കൊണ്ടാണ് മുഹമ്മദ് നബിയിൽ ആര് വിശ്വസിക്കാതിരുന്നത്? ഈ പറയുന്ന ജൂത ക്രൈസ്തവര് വിശ്വസിക്കാതിരുന്നത്. ഇവിടെ കൊലപാതകമുണ്ട്. ഇതേ കൊലപാതകമായിരുന്നു വളരെ ലാഘവത്തോട് കൂടിയിട്ട് ജൂതന്മാർ ചെയ്തിരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സംഗതികളും പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ചരിത്രം ഇവിടെ 3-4 ആയത്തുകൾ വെച്ച് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അവസാനിപ്പിക്കാം അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന് പഠിക്കുന്ന, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്, ജീവിതത്തിൽ പകർത്തുന്ന വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا ألما. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين.